ഡോക്ടർ ലിൻഡ പറഞ്ഞതുപ്രകാരം ജോൺ പൊള്ളാർഡ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ അതൊന്നും എവിടെയും എത്തിയില്ല. ഡോക്ടർ ലിൻഡയ്ക്ക് ഷിപ്മാനോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നും അതുകൊണ്ട് കെട്ടിച്ചമച്ച കഥയാണെന്നും ചിലർ വ്യാഖ്യാനിച്ചു. അന്വേഷണം അവസാനിച്ചതിന് ശേഷവും ഷിപ്മാന്റെ ചികിത്സയിലുണ്ടായിരുന്ന 3 രോഗികൾ കൂടി മരിച്ചു. പക്ഷേ ഇതൊന്നും അയാളെ ബാധിച്ചതേയില്ല. ഹൈഡ്രയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവിടുത്തെ പ്രമുഖരായ കുടുംബങ്ങളുമായി ഷിപ്മാന് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയുമായി സൗഹൃദമുണ്ടാക്കുന്നതിൽ നിന്ന് അവരാരും വിമുഖത കാണിച്ചില്ല. അങ്ങനെയാണ് ഹൈഡ്രയിലെ മുൻ മേയർ കൂടിയായിരുന്ന കാത്ലീൻ ഗ്രണ്ടിയെ ഷിപ്മാൻ പരിചയപ്പെടുന്നത്. കാത്ലീന് ഷിപ്മാന്റെ പെരുമാറ്റവും രീതികളുമെല്ലാം ഇഷ്ടമായിരുന്നു. വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നതിനാൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഷിപ്മാന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കാത്ലീനും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അവരുടെ വീട്ടിൽ കയറി വരാനുള്ള സ്വാതന്ത്ര്യം ഷിപ്മാനുണ്ടായിരുന്നു. 1998 ജൂൺ 24 കാത്ലീന്റെ വീട്ടിൽ ഷിപ്മാൻ കയറി വരുന്നു. എല്ലാ മാസവും നടന്നു പോകുന്ന രക്തപരിശോധനയുടെ സാമ്പിളുകൾ എടുക്കാനാണ് ഷിപ്മാൻ വന്നതെന്ന് കാത്ലീൻ വിചാരിച്ചു. കുറച്ചു നേരത്തെ സൗഹൃദ സംഭാഷണത്തിന് ശേഷം കാത്ലീൻ രക്തമെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നാൽ രക്തമെടുക്കുന്നതിന് പകരം ജീവന് ഹാനിയുണ്ടാക്കുന്ന ഡോസിലുള്ള മോർഫിൻ അവരുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുകയാണ് ഷിപ്മാൻ ചെയ്തത്. ജൂൺ 24 പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു ചടങ്ങിൽ കാത്ലീന്റെ അഭാവം സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു. ഫോണിൽ ബന്ധപ്പെട്ടിട്ടും പ്രതികരണമില്ല. പിറ്റേ ദിവസം വിവരമന്വേഷിക്കാൻ എത്തിയ സുഹൃത്തുക്കൾ കാണുന്നത് സോഫയിൽ കിടക്കുന്ന കാത്ലീന്റെ മൃതദേഹമാണ്. വാർത്തയറിഞ്ഞ ഷിപ്മാൻ ഉടനെ കാത്ലീന്റെ വീട്ടിലെത്തി. മരണകാരണം വാർദ്ധക്യ സഹജമാണെന്നും അതിൽ ദുരൂഹതയില്ലെന്നും സാക്ഷ്യപ്പെടുത്തിയതും ഷിപ്മാനാണ്. പോസ്റ്റ്മോർട്ടം നടപടികളോ മറ്റു സംശയങ്ങളോ ഇല്ലാതെ കാത്ലീന്റെ മൃതദേഹം സംസ്കരിച്ചു. കാത്ലീന്റെ വിയോഗത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അഭിഭാഷകയായ മകൾ ആഞ്ചല വുഡ്രഫിന് ഒരു ഫോൺ കോൾ വരുന്നു. സഹപ്രവർത്തകനായ ഒരു വ്യക്തിയാണ് ആഞ്ചലയെ വിളിച്ചത്. കാത്ലീൻ തയ്യാറാക്കിയ വിൽപത്രം താൻ കണ്ടുവെന്നും അതിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്നും വിളിച്ചയാൾ ആഞ്ചലയോട് പറഞ്ഞു. കാത്ലീൻ തയ്യാറാക്കിയ വിൽപത്രപ്രകാരം സ്വത്തിൽ സ്വന്തം മക്കൾക്കോ പേരക്കുട്ടികൾക്കോ യാതൊരു അവകാശവുമില്ല. 4 ലക്ഷത്തിലേറെ പൗണ്ട് മൂല്യം വരുന്ന വസ്തുക്കൾക്ക് ഒരേയൊരു അവകാശി മാത്രം. അത് മറ്റാരുമല്ല, ഷിപ്മാൻ തന്നെ. സ്വന്തം അമ്മയുമായി ആഞ്ചലയ്ക്ക് സാമ്പത്തികമായോ അല്ലാതെയോ യാതൊരു തർക്കവുമില്ല. പിന്നെ എന്തുകൊണ്ട് അമ്മ തങ്ങളെ വിൽപത്രത്തിൽ നിന്ന് ഒഴിവാക്കണം, അതും ഷിപ്മാനു വേണ്ടി? ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി ആഞ്ചല പോലീസിന് പരാതി നൽകി. ഇവരുടെ ആശങ്കകളിൽ കഴമ്പുണ്ടെന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം ഗൗരവത്തോടെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാത്ലീന്റെ മൃതദേഹം പുറത്തെടുത്ത് പുനർപരിശോധന നടത്തുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം ചെയ്തത്. സംശയം വെറുതെ ആയില്ല. പോസ്റ്റ്മോർട്ടത്തിൽ കാത്ലീന്റെ ശരീരത്തിൽ അളവിൽ കഴിഞ്ഞ ഡയാമോർഫിൻ കണ്ടെത്തി. ഗുരുതരാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ക്യാൻസർ രോഗികൾക്ക് വേദന സംഹാരിയായി നൽകുന്നതാണ് ഡയാമോർഫിൻ. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളല്ലാതെ യാതൊരു രോഗവുമില്ലാത്ത കാത്ലീന് എന്തിനാണ് ഷിപ്മാൻ ഈ വേദന സംഹാരി നൽകിയത്? ഈ സംശയം ഷിപ്മാനോട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചപ്പോൾ കാത്ലീൻ വേദന സംഹാരികൾക്ക് അടിമയാണെന്നാണ് ഷിപ്മാൻ പറഞ്ഞത്. കൂടാതെ കാത്ലീന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ താനിത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അയാൾ അവകാശപ്പെട്ടു. തുടർന്ന് ഷിപ്മാന്റെ കമ്പ്യൂട്ടർ പരിശോധനയ്ക്ക് വിധേയമാക്കി. കാത്ലീന്റെ മരണത്തിന് ശേഷം മാത്രമാണ് അവർ വേദന സംഹാരിക്ക് അടിമയാണെന്ന് ഷിപ്മാൻ മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതി ചേർത്തതെന്ന് തെളിഞ്ഞു.